ചോദിക്കട്ടെ, ആറന്മുള MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ആറന്മുളയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ആറന്മുളയ്ക്ക് മറ്റു സ്ഥലങ്ങളെക്കാൾ എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. ധാരാളം ക്ഷേത്രങ്ങൾ, പുരാതനമായ സംഭവം. പിന്നെ പത്തനംതിട്ട ജില്ലയ്ക്ക് ആകമാനമുള്ള ഒരു പ്രത്യേകത അതിൻ്റെ പരിസ്ഥിതിയിലെ ഒരു ശക്തിയാണ്, നല്ല പ്രകൃതി. അപ്പോൾ ഈ വികസനത്തെ എങ്ങനെ, ഇപ്പോൾ ഈ ആറന്മുളയുടെ വികസനത്തെ എന്തൊക്കെ പദ്ധതികളാണ് വീണയുടെ മനസ്സിലുള്ളത് ഒന്ന് ചുരുക്കി പറയാം. ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണം. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ട്. നല്ല റോഡുകൾ ഉണ്ടാകണം. റോഡുകളുടെ അവസ്ഥയൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ നല്ല റോഡുകൾ ഉണ്ടാകണം. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധിക്കും, ഫോക്കസ് കൊടുക്കും. ഇത് അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ പല പദ്ധതികളും ആറന്മുള നിയോജക മണ്ഡലത്തിന് വേണ്ടി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഇടങ്ങളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നത് ആറന്മുള എന്ന സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൈതൃകവും പാരമ്പര്യവും സംസ്കാരവുമാണ്. അപ്പം അത് സംരക്ഷിച്ചുകൊണ്ട്, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം ഉൾക്കൊള്ളുന്ന പത്തനംതിട്ടയുള്ളത് ആറന്മുള നിയോജക മണ്ഡലത്തിലാണ്. ഏറ്റവും നല്ല കുടിവെള്ളവും ശുദ്ധവായുമുള്ളത് പത്തനംതിട്ടയിലാണ് എന്ന് നമ്മുടെ ഐക്യരാഷ്ട്ര സഭയുടെ വ്യക്തമാക്കുന്നുണ്ട്. വലിയ മുറിവേൽപ്പിക്കാത്ത സ്ഥലമാണ്, കാരണം ഫാക്ടറികളൊന്നും അധികം ഇല്ല. എന്നാൽ ആളുകൾക്ക് പുതിയ സംരംഭങ്ങൾ നാട്ടിലേക്ക് വരണമെന്നുള്ള ആഗ്രഹവുമുണ്ട്. ആ രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളുണ്ട്. അത് ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആറന്മുളയെ പൈതൃക ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, വള്ളംകളിയുമായി ബന്ധപ്പെട്ട്, വള്ളസദ്യയുമായി ബന്ധപ്പെട്ട്, പള്ളിയോടങ്ങളുമായി ബന്ധപ്പെട്ട് വലിയൊരു സംസ്കാരം ആ പ്രദേശത്തിനുണ്ട്. അപ്പം പൈതൃക ഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ വികസനം ആണ് ആറന്മുളയിൽ. നല്ല ടൂറിസ്റ്റ് കോർഡിനേറ്റ് ചെയ്താണ് ഇറങ്ങാൻ പോകുന്നത്. നമ്മൾ ആ രീതിയിലുള്ള വലിയ പ്രോജക്റ്റാണ് തയ്യാറാകുന്നത്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നു. ഒപ്പം ഈ പറഞ്ഞതുപോലെ ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് നമ്മുടെ ആറന്മുളയിലേക്ക് എത്തും. ഇപ്പോൾ കോഴഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പം ശബരിമല തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന ഭാഗമാണ്, ജില്ലയുടെ മധ്യഭാഗമാണ് കോഴഞ്ചേരി. പക്ഷേ അവിടെ ഒരു പാലമേ ഉള്ളൂ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് പണിത ആ പാലത്തിലുള്ള ഗതാഗത കുരുക്ക്. ഇപ്പോൾ സമാന്തര പാലത്തിന് ഈ ബജറ്റിൽ അനുമതിയായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പം നിർമ്മാണം തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് ഇതിന് സമാന്തരമായിട്ട് പത്തനംതിട്ട ഭാഗത്തു നിന്ന് തിരുവല്ലയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ട് വരാൻ പമ്പയാർ. അപ്പോൾ പമ്പയാറിന് മുകളിലൂടെ, അപ്പോൾ അവിടെ നമ്മുടെ ചെറുകോൽപ്പുഴ കൺവെൻഷന് പോകുന്ന ആളുകൾ, അതുപോലെ മാരാമൺ കൺവെൻഷൻ, ആറന്മുള വള്ളം കളി, അങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ പോകുന്ന പ്രദേശമാണ്. പ്രയോറിറ്റി പാലത്തിനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ അറിഞ്ഞെടുത്തോളം പരിസ്ഥിതി, പ്രകൃതി ഇതിനെയൊന്നും മുറിവേൽപ്പിക്കാതെ ഉള്ള ഒരു മനുഷ്യനെയും പ്രകൃതിയെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് എങ്ങനെയാണ് നടപ്പിൽ വരുത്താൻ കഴിയുക? ആധുനിക സമൂഹത്തിന് ജോലി വേണം, അവർക്ക് പുതിയ സംവിധാനങ്ങൾ വേണം. അപ്പോൾ പരിസ്ഥിതിയൊക്കെ ചിലപ്പോൾ അവഗണിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അത് ആറന്മുളയുടെ പൈതൃകത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് നിലനിർത്തിക്കൊണ്ട് അവിടുത്തെ സമൂഹത്തിൻ്റെ പുരോഗതി, സാമ്പത്തികമായ പുരോഗതിക്കൊക്കെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെ കോർത്തിണക്കാൻ പറ്റും? ഇപ്പം ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ഏറ്റവും കൂടുതൽ വിദേശ മലയാളികൾ ഉള്ള ഒരു പ്രദേശം പത്തനംതിട്ട ജില്ല. അതിൽ ഈ കുമ്പനാട് ഉൾപ്പെടെയുള്ള മേഖലകൾ ഈ നിയോജക മണ്ഡലത്തിലാണ് വരുന്നത്. അപ്പം ഇപ്പോൾ ഈ സർക്കാർ തന്നെ നമ്മുടെ കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡ് ഫണ്ട്, അതിൽ നമ്മുടെ പ്രവാസികൾക്ക് നിക്ഷേപിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, ഇപ്പോൾ എന്താണ് വികസനം എന്നുള്ളതാണ്. ഇപ്പോൾ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കാത്ത വികസനം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ആറന്മുളയ്ക്ക് ഒരു പൈതൃക ഗ്രാമ പദ്ധതിയിലൂടെ വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നു. ധാരാളം ടൂറിസ്റ്റുകൾ ഈ മേഖലയിലേക്ക് വരാൻ പോകുന്നതാണ്. ബിസിനസ് സ്വാഭാവികമായും
അഭിവൃദ്ധിപ്പെടും. ആ രീതിയിലുള്ള മാറ്റങ്ങൾ മറ്റ് മേഖലകളിലേക്കും ഉണ്ടാകും. ഇപ്പം നമ്മൾ കാർഷിക രംഗം, കൃഷി വികസനത്തിനെതിരാണോ? അല്ലല്ലോ. കാരണം ഈ ഓരോ 20 പേരിലും ഒരാൾക്ക് ക്യാൻസറുണ്ട് നമ്മുടെ നാട്ടിൽ. അതാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ വിഷമയമായ പച്ചക്കറി കഴിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ജീവിത ശൈലികളിലൂടെ ജീവിതശൈലി രോഗങ്ങൾ വലിയൊരു പ്രശ്നമാണ് കേരളത്തിൽ. അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുക എന്നുള്ളത്. പിന്നെ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ IT പാർക്കുകൾ ഉൾപ്പെടെയുള്ളവ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ അവിടെ നിന്ന് ഒരുപാട് ആളുകൾ എന്തായിരിക്കും ആറന്മുളയ്ക്ക് ആവശ്യമായ ഒരു ജോലിയൊക്കെ ലഭിക്കാൻ പരുവത്തിനുള്ള ഒരു വ്യവസായ മേഖല എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ആലോചന മനസ്സിലുണ്ട്. IT പാർക്ക് പോലെ ഉണ്ട്. കാരണം ധാരാളം വെറൈറ്റി ടൂറിസം ഡെവലപ്പ് ചെയ്യാം, IT മേഖല. പിന്നെ അതുകൂടാതെ കുടുംബശ്രീ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് ചെറിയ ചെറിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പോകുന്നുണ്ട്. ചെറുകിട വ്യവസായം ആ രീതിയിൽ വലിയ മാറ്റമുണ്ടാകും. അപ്പോൾ അറിയാലോ, ഈ ഒരുപക്ഷെ നിയമസഭാ മത്സരത്തിൻ്റെ അംഗത്തിൽ ഒത്തിരി ഒരു പ്രശ്നം നേരിട്ട ഒരു മണ്ഡലമായിരുന്നു ആറന്മുള. ഞാൻ ഓർക്കുന്നു, ആറന്മുളയിൽ ഒരു വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുമ്പോട്ട് പോയി. പെട്ടെന്ന് നിയമസഭാ ഇലക്ഷനായി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത കുറേ മനുഷ്യരുണ്ട്. അമേരിക്കയിലുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഇവരെല്ലാം വന്ന് ഒരു ദിവസം രാവിലെ UDF മാനസികമായിട്ട് അവരോട് സപ്പോർട്ടായിരുന്നു. ഏതാണ്ട് 140ഓളം ഏക്കർ ഭൂമി അത് കൃഷി ഉപയോഗിച്ചുകൊണ്ട് അതിൽ 70 ഏക്കറോളം മറ്റേ കൃഷിക്ക് തന്നെ വിമാനത്താവളത്തിന് വേണ്ടി മാത്രം എടുത്തിരുന്നു അല്ലേ. അതെല്ലാം ഭൂമിയെല്ലാം നികത്തി അതിൽ വിമാനത്താവളം കൊണ്ടുവരാനുള്ള നീക്കങ്ങളെല്ലാം നടത്തി നല്ലൊരു പൈസയും മുടക്കി. അത് അവിടെ വേണ്ട, അതിവിടുത്തെ പരിസ്ഥിതിയെ സാരമായി ബാധിക്കും. ആരെങ്കിലും പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് ആറന്മുളക്കാർക്ക് പ്രശ്നമല്ല. എന്ത് വികസനം ആണ് വിമാനത്താവളത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത്? മനുഷ്യനെയും പ്രകൃതിയെയും മാറ്റി നിർത്തിയിട്ടൊരു വികസനം വേണ്ട, അതിൻ്റെ വോട്ടെനിക്ക് വേണ്ട എന്നൊക്കെ പറയാനുള്ള ഒരു ആത്മധൈര്യം എവിടെ നിന്ന് കിട്ടിയത്? അല്ല, നിലപാടാണ് വളരെ പ്രധാനപ്പെട്ടത്. നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭീഷണിയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ പ്രത്യേകതകളെല്ലാം ഉണ്ട്. ആറന്മുളയിലെ വിമാനത്താവളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണയ്ക്കുന്നില്ല. അതിന് കാരണം പരിസ്ഥിതിക്ക് കോട്ടം തട്ടും. ഇപ്പോൾ ഈ നിലങ്ങൾ നികത്തിയാണ്, തോടുകൾ നികത്തിയാണ് ഇവിടെ ഇപ്പോൾ മണ്ണിട്ട് ഇരിക്കുന്നത്. ഈ തോടുകൾ നികത്തിയ തോടുകളെല്ലാം പിന്നെ വെള്ളം ഒഴുകാൻ പരുവത്തിലാക്കാൻ. അതെ. അപ്പോൾ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ട് പോലും അത് പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. ഇനിയും ഏതാണ്ട് 6 മീറ്ററോളം കുഴിക്കണം പദ്ധതി പ്രദേശത്ത്. അപ്പോൾ ആ ഭാഗം അതുപോലുൾപ്പെടെയുള്ള പാരിസ്ഥിതികമായ പ്രശ്നം. മറ്റേ വിത്ത് വിതരണത്തിന്റെ ഉദ്ഘാടനത്തെ അത് വലിയൊരു നീക്കമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ധാരാളം ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആറന്മുള വരും. പോയോ മനുഷ്യർ? ഇല്ല, വരും. ഈ വിമാനത്താവളം അവിടെ വരികയാണെങ്കിൽ ഒപ്പം ഇപ്പോൾ ആറന്മുള ക്ഷേത്രം എന്ന് പറയുന്നത് ആറന്മുള ക്ഷേത്രത്തിൻ്റെ കൊടിമരം ഉൾപ്പെടെയുള്ളവ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആചാരപരമായിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി വരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രാദേശികമായിട്ട് അത് എതിർക്കപ്പെട്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ ശക്തമായിട്ടൊരു നിലപാടുണ്ട്. ആ നിലപാട് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. വികസനത്തിനെതിരാന്നുള്ള വിമർശനത്തിന് സമാധാനം പറയണം. പക്ഷേ അവിടെയാണ് പറയുന്നത് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം വിമാനത്താവളം ആവശ്യമാണ്. ഇത് LDFിൻ്റെ നിലപാടാണ്. കാരണം ശബരിമലയിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പുറത്തുനിന്നും വരുന്നുണ്ട്. അപ്പോൾ ഈ തീർത്ഥാടകർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും 3-4 മണിക്കൂർ ബൈ റോഡ് ശബരിമല എത്തി 5 മണിക്കൂറോളം യാത്ര ചെയ്ത് ശബരിമല എത്തുന്നതിനേക്കാൾ പത്തനംതിട്ട ജില്ലയിലൊരു വിമാനത്താവളം ഉണ്ടെങ്കിൽ അവർക്കും എളുപ്പമാണ്. ജില്ലയ്ക്ക് സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രവാസികളുള്ള ജില്ലയാണ്, അവർക്കും എളുപ്പമാണ്. ആ രീതിയിൽ പത്തനംതിട്ട ജില്ലയുടെ ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു വിമാനത്താവളം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ളത് സർക്കാർ ആലോചിച്ച് ചെയ്യും.